എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം വരികയാണ്. അതെ, എന്ത് വേണം, ഇത് നടണോ അത് നടണോ എന്നൊക്കെ വെച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇത് വീട്ടിലേക്കുള്ള വഴി ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം ഇങ്ങനെയായിരിക്കും. അടിച്ചു വരി കഴിയുമ്പോൾ അടിപൊളിയാണ്, സൂപ്പറാണ് കാണാൻ. ഇനി ഇതൊക്കെ പറക്കിക്കൊണ്ട് അമ്മ പോവാണ്. യാരിവൻ യാരിവൻ കല്ലും തൂക്കി പോയിടുന്നു, യാരിവൾ യാരിവൾ പുല്ലും തൂക്കി പോയിടുന്നു. രമണീയമായിട്ടുള്ള ഈ ഇത് കണ്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് ഇവിടെ വിറ്റിട്ട് പോകാനാണ് ഗൈസ്. ഫ്ലാറ്റിലേക്ക് മാറാവുന്ന ഫ്ലാറ്റ് അല്ലേ? ഫ്ലാറ്റിലാകുമ്പോൾ പിന്നെ ഇതുപോലെ ചെടി നട്ടുപിടിപ്പിക്കാനും അതിനൊക്കെ ഒന്നും പോകണ്ടല്ലോ. അതുകൊണ്ട് ഫ്ലാറ്റ് എടുക്കാമെന്നാണ് പറയുന്നത്. ഈ വീട് വിൽക്കാൻ പോവാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം. ഇത്രയും നല്ല സൗകര്യമുള്ള സൂപ്പറുള്ള വീടാണ്. അതെ, നല്ല അയൽക്കാരുള്ള നല്ല താമസക്കാരുള്ള വീടുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാവട്ടോ കേട്ടോ. ഇത് കൂട്ട് നല്ല നല്ല അയൽക്കാരെ കിട്ടണമെങ്കിൽ നിങ്ങളെല്ലാവരും ഭാഗ്യം ചെയ്യണം ഗൈസ്. അത്രയ്ക്ക് നല്ല അയൽക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു CCTVയുടെ ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ. എന്നാലും നമ്മൾ വെച്ചിട്ടുണ്ട് അയൽക്കാരെ. അത്രയും നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ നല്ല ആൾക്കാരാണ്. അതെ, 4 CC ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊതുക് കാരണം വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് എന്താ പറയണേ, നമ്മുടെ വീട്ടിൽ തേങ്ങ ചാടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ദേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതേ ഒരു ക്യാമറ ഈ ഇരിക്കുന്നു, ഒരു ക്യാമറ ദേ ആ സൈഡിലിരിക്കുന്നു, പിന്നെ 2 അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലും പിന്നെ ബാക്കിലുമാണ് ഗൈസ്. നന്നായി വരും. കാല് വേറെ ഉണ്ടോ? സിംബൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ എന്ത് ചെയ്യാനാ. ഞാൻ ഒരു എന്ന് പറയുന്ന സൗണ്ട് കേട്ടു, അത് സിംബൻ്റെ. അവനെന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വന്നത്. അപ്പം അതിനെയും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ വരും. ചിരിക്കാൻ വയ്യ. നോക്കും മുട്ടും പൊട്ടിച്ച് ഇങ്ങനെ വന്നേക്കാണ് പാവൻ സിംബൻ. എവിടെ പോയോ എന്തോ, അകത്ത് കയറ്റി വിട്ടിട്ട് വഴക്കിട്ടിട്ട് അങ്ങ് പോയിട്ടുണ്ട്. കിടന്ന് ഉറങ്ങാന്ന് തോന്നുന്നു. നോക്കിയിട്ട് വരാം. വഴക്ക് കൂടിയിട്ട് കിടന്ന് ഉറങ്ങണ സിംബയാണ്. പോയി പോയി പോയി. സിംബൻ കിടന്ന് ഉറക്കാണ്. ഞാൻ സിംബാന്ന് വിളിച്ചപ്പോൾ അവനാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു. ഈ സിംബൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ് ഗൈസ്. പാവം കേട്ടോ. പാവം എന്ന് വെച്ചാൽ ഭയങ്കര പാവമാണ്. നല്ല കാറ്റ്, നല്ല കാറ്റ്. ഹായ്, ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വന്നിട്ട് 3-4 മാസമായെങ്കിലും ഞാൻ എൻ്റെ വീടിൻ്റെ പുറകുവശത്തേക്ക് പോയത് എൻ്റെ സിംബനെ കാണാണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടോ. കഴിഞ്ഞ ദിവസം മമ്മിക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ പോയ പുറകെ ഞാൻ അവനെ ഒന്ന് മുറ്റത്തേക്ക് ഇറക്കി വിട്ടിട്ട് എൻ്റെ ഫോൺ ചാർജിലിടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അകത്തേക്ക് കയറി താമസമേ ഉള്ളൂ. സിംബിന് ഓട്ടം കഴിച്ച് എതിൽ പോയെന്ന് ഞാൻ കണ്ടില്ല. എനിക്ക് പിന്നെ ക്യാമറ TV-യിലേക്ക് കണക്ട് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയില്ല. ഞാൻ വീടിന് ചുറ്റും കിട്ടുന്ന ഓട്ടമായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ ഇല്ല. ഇപ്പം പോകാറുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയി നോക്കി. എന്നിട്ട് ഞാൻ സിംബ ഡ്രൂൾ എന്ന് പറഞ്ഞാൽ അവൻ ഓടി വരും. അങ്ങനെ സിംബ ഡ്രൂൾ എന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പാടത്ത് നമ്മുടെ തോടിൻ്റെ കരയിൽ പോയി നിന്നിട്ട് തലയും പൊക്കി നോക്കി നിൽക്കുക. അങ്ങനെയുള്ള കുറേ കുസൃതി കാര്യങ്ങൾ അവനുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വഴക്ക് പറഞ്ഞാൽ പിന്നെ നോക്കണ്ട. പിന്നെ സങ്കടമായി, വിഷമായി, കരച്ചിലായി, പിഴിച്ചിലായി, അങ്ങനെ വന്ന് എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ പോയി കിടക്കും. എന്നിട്ടൊരു ഉറക്കമാണ്. പാവം കുട്ടി. ദേ ഈ ഒരു ചെടി നമ്മൾ പണ്ടെന്ന് വെച്ചാൽ ഈ ചോര എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചോര വരും. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ചെടിയാണ്. അപ്പോൾ ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മൾ ഏറ്റവും വഴി അടിച്ചിട്ടുണ്ട് ചൂല് വെച്ചിട്ട്. ഇനി നമ്മൾ ആ ചെടി പറിച്ചു കൊടുത്ത് നമ്മൾ ചെടി നട്ടു കൊടുത്തുനിന്ന് അവിടുന്ന് ഇതൊക്കെ മാറ്റി കളയാണ്. അമ്മയോട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും അടിക്കാനുണ്ട്. ചൂലൊക്കെ കണ്ടില്ലേ? അങ്ങനെ
അതെ അതെ, അമ്മ പറഞ്ഞ നിങ്ങൾ കിട്ടും. ആ ഇത്ര നേരം എന്നോട് പറയായിരുന്നു വീഡിയോ എടുക്കാണ്ട് പോയി തുണിന്ന് വെച്ചാൽ അതല്ല കേട്ടാ, വെയിലത്തിടാൻ പറഞ്ഞിട്ട് ഭയങ്കര വെയിൽ വരുമായിരുന്നു. ഇപ്പൊ വെയില്, ഇപ്പൊ പറയാ തുണി ഇടാത്ത നന്നായിരുന്നു. ദൈവം എൻ്റെ കൂടെ വന്നപ്പോ സൂര്യഭഗവാൻ ഇനി കാത്തല്ലോ. എവിടുന്ന് പറിക്കും? എനിക്കാണെങ്കിൽ പറയാം, ഞാൻ എണീറ്റ് തന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ്. എന്നിട്ട് എനിക്ക് എൻ്റെ ഉറക്കം മതിയായിട്ടില്ല. ആ പറ. അപ്പോഴേക്കും അതെ, രാവിലെ തന്നെ അമ്മ പഴംപോളി ഉണ്ടാക്കി തന്നു. പിന്നെ എന്തുണ്ടാക്കി തന്നെ? ചോറിന് എന്നാ കറി? ചോറ് വെച്ചില്ലേ? ചോറ് വെച്ചു, കൊഴുവമീൻ വറുത്തു. ഇതാ അയ്യ, ഞാൻ ഉദ്ദേശിച്ചിട്ടായിരുന്നില്ല. മമ്മിയുടെ ഗൈസ് നോക്ക് ഗൈസ്, മമ്മി ഇതാണ് നടാനായിട്ട് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ചീരച്ചെടി. എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെയാവുന്ന. ഇഷ്ടം പോലെ പൂ ഇടുമ്പോൾ കുഞ്ഞും പറയുമോ അമ്മയ്ക്ക് അന്ന് നട്ടാൽ നല്ല രസം കിട്ടും. അതെ അതെ. ഇതാണ് നമ്മൾ പറിക്കുന്നത്. നമ്മൾ ഈ സൈഡിൽ നിന്നല്ല പറിക്കുന്നത്, അപ്പുറത്തെ സൈഡിൽ നിന്നാണ് പറിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് പറിച്ചിട്ട് അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ ചെടി. ഞാറൊക്കെ പോലെ ഉണ്ടല്ലേ, ഞാറൊക്കെ പോലെ ഉണ്ട്. കൊള്ളാം. ഇതുണ്ടല്ലോ, ഇത് നല്ല സൂപ്പറായിട്ട് നിന്ന ചെടിയാണ്. നമ്മുടെ സിമെൻ്റ് മെത്ത ആയതുകൊണ്ട് അവിടെ ഇതിനകത്ത് നിന്ന് കിടന്നാണ് ഈ കോലത്തിലാക്കി വയ്ക്കുന്നത്. ഇത്രയും കിട്ടി. ഇത് ഓരോ ചുവട് വെച്ച് നടായിരിക്കും അല്ലേ മമ്മി? ഇത് ഇങ്ങനെ. കൊള്ളാം. നമ്മുടെ മറ്റേ മത്താപ്പ് പോലെയുണ്ട്. എന്നെ വഴക്ക് പറഞ്ഞു ഗൈസ്, ഞാനിത് നേരെ വെച്ചില്ല പോലും. കാണിച്ചു തരാം. ഇങ്ങനെ വയ്ക്കാൻ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് കൂട് പാടാക്കി വെച്ചു കേട്ടോ. ഇതാണ് ഈ പിള്ളേരൊക്കെ ഇപ്പോൾ കണ്ടോ അതിരിക്കാണ്ട് ഒക്കെ ഉണ്ടാകുന്നു. അതെ ആ മഴ വരുന്നതാണ് നമ്മുടെ വ്ളോഗ്. അനിശ്ചിത കാലത്തേക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. വരും, നമുക്കിനി ഫുഡ് കഴിക്കാനുള്ള സമയം. മഴ മാറിയിട്ട് നമ്മൾ വീണ്ടും ചെടി നടാനായിട്ട് പോവാണ് കേട്ടോ. കൊതുക് കടിച്ചിട്ട് രക്ഷയില്ല കേട്ടോ. താഴെ ഈ മറ്റേ കുമ്പള് വെട്ടാൻ അതും വെട്ടിക്കോ. ആ പൂമ്പ് വന്നോളും കൊച്ചേ. മറ്റേതവിടെ നിന്നോട്ടെ, ഈ കൊമ്പ് വിറ്റത്തേക്ക് വന്ന് അങ്ങനെ വെട്ട്. അതങ്ങനെ വെട്ടിക്കോളാം. എന്താടി സുഖം വെട്ടാൻ? നല്ല രസമുണ്ട്. വടിയൊക്കെ നല്ലതാ. താഴെ ഒരു കുഞ്ഞും കൂടെ. വടിയുടെ കാര്യം പറഞ്ഞപ്പോ എന്നെ കാണുന്നുണ്ടോ നോക്ക്. ഈ ഇത് വെച്ചിട്ട് എന്നെ എന്തോരം അടി അടിച്ചേക്കുന്നേന്നോ. ഇതിലെ കറക്കി അതില് പോണത് ഇപ്പോഴേക്കും ഓർമ്മയില്ല. അങ്കൻവാടി പോവാൻ, അങ്കൻവാടി പോവാഞ്ഞിട്ട്. അതെ ഓ സുഡൂന് അടിക്കാൻ ഒരു വടി എടുത്തു. നീ ഇങ്ങോട്ട് വരണത് മഴിക്കുമ്പോ സുഡൂന് കല്ല.
ഭാഗം ഫുള്ള് നമ്മളങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് ലെവല് പിടിച്ച അമ്മ ദേ ഇവിടെ നടുകയാണ് കേട്ടോ. 2 സൈഡ് നട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. മഴ ആയതുകൊണ്ട് മണ്ണ് ഞാനുള്ളി മഴ ആയതുകൊണ്ട് മണ്ണ് തുറന്നു കിടക്കണ കാരണം പറിക്കാനും എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ അമ്മ. അപ്പോൾ 1 സൈഡ് നമ്മൾ ഏകദേശം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ദേ അടുത്ത സൈഡ് നടാൻ വേണ്ടിയിട്ട് അമ്മ പറിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഞാൻ പറഞ്ഞില്ല ആദ്യം കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ ഈ സൈഡിൽ നിന്ന് പറിക്കാം. അതൊക്കെ സിമെൻ്റ് താവളമാണ്. അയ്യോ ചുവടോടുകൂടി പോരുമോ? ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ടാവും അമ്മ? ഞാൻ സൈക്കിൾ ഓടിക്കുമ്പോൾ ആ ടൈമിലെങ്ങാണ്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് തന്നെ 5-ലോ 6-ലോ കണ്ടു വെച്ചാൽ അത്രയും നാളത്തെ പഴക്കം ഇങ്ങനെ ഉണ്ടാവും ശരിക്കും. ആ ടൈമിൽ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ വീട് എന്തായിരുന്നു? വീട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ തോട്ടിൽ നിന്നൊക്കെ ഇതുപോലത്തെ ചറലായിരുന്നു. ഈ ചറലൊക്കെ മാറ്റിയിട്ട് നമ്മുടെ വഴി അവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു വഴി വന്നിട്ടുണ്ടായിരുന്നു ആ തെങ്ങിൻ്റെ ആ സൈഡിൽ കൂടെ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മളിവിടെ മതിലൊക്കെ കിട്ടിയിട്ട് ഇവിടെ സ്റ്റെപ്പ് പോലെയായിരുന്നു. ഇതുപോലെ തന്നെ കാടല്ല ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് വളച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ പരിണാമം. ഓൾമോസ്റ്റ് നമ്മുടെ ചെടി നട്ടിൽ കഴിയാറായിട്ടുണ്ട്. ഇത്രയും കൂടി ഉള്ളൂ ഇനി നടാനായിട്ട്. ഭയങ്കര മടുപ്പാണ് ഗൈസ് ഇങ്ങനെ ഇരിക്കാനായിട്ട്. അവിടെ കുറേ നേരം നടക്കലൊക്കെ ആയിരുന്നു. അമ്മയും കുഞ്ഞുമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ ഇതിൽ പോകുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നട്ടിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മ ചെയ്തിട്ട് നടന്നു പോവാണ്. അപ്പോൾ നമ്മുടെ 2 സൈഡിലും നമ്മൾ ചെടി നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്, 2:45 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 12 മണി ആവാറായപ്പോൾ നമ്മൾ തുടങ്ങിയ പരിപാടിയാണ് ഈ ചെടി പിടിപ്പിക്കുക എന്ന്. അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നു, ഫുഡ് കഴിക്കാൻ പോയി, അങ്ങനെ സമയം എത്രയായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ബാക്കിൽ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതും ഇതുമാണ് നമ്മൾ നട്ടത്. 2 അടിപൊളിയായിട്ടുണ്ട്. മമ്മി മമ്മി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇനി കുറച്ചും കൂടി 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി കിളിർത്ത് ഭയങ്കര കട്ടയ്ക്ക് ഇതുപോലെ തന്നെ വരും. അപ്പോൾ നമുക്കൊരു ഷോർട്സ് ആയിട്ട് കാണാം. അപ്പോൾ ബൈ.